പ്രഗ്നന്റ് ആയ സ്ത്രീകൾക്ക് എപ്പോഴുള്ള ഡൗട്ടാണ് നോമ്പുകാലാവുമ്പോൾ നോമ്പെടുക്കാൻ പറ്റുമോ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏത് മന്ത് മുതലാണ് നോമ്പെടുക്കാൻ പറ്റുന്നതെന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്ക് അറിയാവുന്ന പ്രഗ്നന്റ് ലേഡീസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ പ്രഗ്നൻസിയുടെ 1, 2, 3 മന്തിലാണ് ഉള്ളതെങ്കിൽ നമുക്കറിയാം ആ ടൈമിൽ നമുക്ക് ഛർദി, ഓക്കാനം, വയറുവേദന, അതുപോലെ തന്നെ ക്ഷീണം, തളർച്ചയൊക്കെ വരുന്ന ഒരു ടൈമാണ്. അപ്പൊ ഈ ടൈമിൽ നിങ്ങൾ നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രഗ്നൻസി 4, 5, 6 മന്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമ്പെടുക്കാൻ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതുപോലെ തന്നെ ലാസ്റ്റത്തെ 3 മാസം, അതായത് 7, 8, 9 മാസത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കുട്ടിയുടെ വെയിറ്റ് കുറയാനും വെള്ളം കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു റീസൺ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഫിസിക്കലി ഓക്കെ ആണ്, നിങ്ങളുടെ കുഞ്ഞിന്റെ വെയിറ്റും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലായിട്ടെങ്കിലും നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം.